അതുപോലെ 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടുത്ത കാലത്ത് വിറ്റഴിച്ചത്. ഇപ്പൊ BPCLും BSNLും LICയും അടക്കം നമ്മുടെ മുന്നിലുണ്ട്. നവരത്ന കമ്പനികൾ എന്നറിയപ്പെടുന്ന 10,000 കോടി രൂപയിലധികം ലാഭം ഒരു വർഷം ഉണ്ടാക്കി ഗവൺമെന്റിന് കൊടുക്കുന്ന കമ്പനികൾ, ആ നവരത്ന കമ്പനികളെ വരെ ഗവൺമെന്റ് മത്സരിച്ച് വിൽക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എയർ ഇന്ത്യ പറയുന്നത് എയർ ഇന്ത്യ എന്നാണെങ്കിൽ പോലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടാറ്റയാണ്. നമ്മുടെ ആകെ ഒരു വിമാന സർവീസും അതും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതുപോലെ നിയമന നിരോധനം, തസ്തിക വെട്ടിക്കുറയ്ക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണമടക്കം അട്ടിമറിക്കപ്പെടുകയാണ്. ലേബർ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുണ്ടായ അവകാശങ്ങൾ ഓരോന്നായി ഹനിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന അവകാശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. 50,000 രൂപ കൊടുത്താൽ ഏത് എംപ്ലോയർക്കും ഏത് പരാതിയും സെറ്റിൽ ചെയ്യാം, ഫൈൻ അടച്ച് തീർക്കാം എന്ന രൂപത്തിലേക്ക് മാറുന്നതും, അതുപോലെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിനിമം വേജസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതുപോലെ സ്കീം വർക്കേഴ്സ് എന്ന രൂപത്തിൽ അസംഘടിത തൊഴിലാളി മേഖലകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് അവരെ ഒരു തൊഴിലാളി എന്ന പരിഗണന പോലും കൊടുക്കാതെ കൃത്യമായി അവരെ വേട്ടയാടുന്നത് നാം കാണുകയാണ്. അതുകൊണ്ട് 26,000 രൂപ മിനിമം സാലറി അവർക്ക് കിട്ടുന്ന തരത്തിൽ അവരെ തൊഴിലാളി എന്ന രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു.